എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മോസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ബൈബിളിനകത്ത് ഏറ്റവും അധികം വിക്കഡായിട്ടുള്ള ദുഷ്ടത നിറഞ്ഞ ഒരു ജനറേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് നമ്മൾ വായിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലാണ്. അവിടെ അതിൻ്റെ 5-ാം വാക്യം മുതൽ ദൈവം ഭൂമിയിലേക്ക് നോക്കി, ഈ ഭൂമിയിൽ അന്ന് താമസിച്ചു കൊണ്ടിരുന്ന ആ ഒരു ജനറേഷൻ, ആ തലമുറയുടെ ആ ദുഷ്ടതകളെക്കുറിച്ച്, അവരുടെ പ്രവൃത്തികളെക്കുറിച്ച് അവിടെ വർണ്ണിക്കുന്നു. 5-ാം വാക്യത്തിൽ പറയുന്നത് അവരുടെ that every inclination of the thoughts of his heart was only evil all the time. അതായത് മനുഷ്യൻ്റെ ഹൃദയത്തിലെ എല്ലാ വിചാരങ്ങളും ഏതൊരു സമയത്തും അത് ദുഷ്ടത നിറഞ്ഞതായിരുന്നു. അതായത് മനുഷ്യർ ആ കാലത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും ഓൾ ദ ടൈം, ഏതൊരു സമയത്ത്, അതായത് ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നത്തിൽ പോലും അവർ കാണുന്ന സ്വപ്നങ്ങൾ എന്തായിരുന്നു? ദുഷ്ടത നിറഞ്ഞത്, ഈവിൾ ആൻഡ് വിക്കഡ്, ദൈവത്തിന് ഹിതമല്ലാത്തത്, വളരെയധികം മോശമായ കാര്യങ്ങൾ. അവിടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ 6-ാം വാക്യം പറയുന്നത് ദ ലോർഡ് വാസ് ഗ്രീവ്ഡ്. ദൈവത്തിന്, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മൂലം ദൈവത്തിന് ഹൃദയത്തിൽ വേദനയുണ്ടായി. അത് കാരണം ദൈവം ആ തലമുറയെ മൊത്തം, ആ എൻറ്റയർ ജനറേഷനെ ഭൂമിയുടെ മുഖത്തിൽ നിന്ന് അവരെ നശിപ്പിച്ചു കളയാൻ തീരുമാനിച്ചു. പക്ഷെങ്കിൽ അതിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്ന കാര്യമാണ് നമ്മളിപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ആ വാക്യം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ, ബട്ട് നോവ ഫൗണ്ട് ഫേവർ ഇൻ ദി ഐസ് ഓഫ് ദ ലോർഡ്. അതെങ്ങനെ സാധിച്ചു? അതിൻ്റെ കാരണം എന്താണ്? ഒരു തലമുറ മുഴുവനും ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും ദൈവം വെറുത്തപ്പോൾ ഒരു വ്യക്തിക്ക് മാത്രം ദൈവത്തിന് ആ വ്യക്തിയോട് പ്രസാദം തോന്നണമെങ്കിൽ ആ വ്യക്തിയുടെ പ്രത്യേകത എന്താണ്? അതിൻ്റെ 9-ാം വാക്യം തൊട്ട് മുൻപോട്ട് വായിക്കുമ്പോൾ പറയുന്നുണ്ട്, നോ വാസ് എ റൈഷ്യസ് മാൻ, ഒരു നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. ഹി വാസ് ബ്ലെയിംലെസ് എമംഗ് ദ പീപ്പിൾ ഓഫ് ഹിസ് ടൈം. അവൻ്റെ കാലത്ത്, അക്കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ മധ്യത്തിൽ ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു. ആ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ മധ്യത്തിൽ നിഷ്കളങ്കതയോടുകൂടെ ജീവിക്കുക, അല്ലെ നീതിമാനായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത്, പ്രിയ ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ഈ തലമുറയിൽ ഒരു ക്രിസ്ത്യാനിയായി ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം ജീവിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. നമ്മൾ പറയാം അതൊരിച്ചിരി ബുദ്ധിമുട്ടാണ്, അതൊരു വലിയ സ്ട്രഗിളാന്ന് പറയും, അല്ലേ? നമ്മുടെ കാലത്ത് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പല തലമുറയിൽപ്പെട്ടവരുണ്ട്. ജനറേഷൻ എക്സ്, ജനറേഷൻ വൈ, പിന്നെ ഇപ്പോഴത്തെ ജെൻ സി, അത് കഴിഞ്ഞിട്ടുള്ള അതിലും താഴെ പിള്ളേരുണ്ട്, ജെൻ ആൽഫ. ഇവരൊക്കെ സ്കൂളിൽ അവർ എക്സ്പോസ് ആകുന്ന കാര്യങ്ങൾ, കോളേജിൽ പഠിക്കുന്ന പിള്ളേർ, ഇവരൊക്കെ പറയും ഇപ്പോഴത്തെ കാലത്ത് ദൈവസന്നിധിയിൽ ഒരു നീതിമാനായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറയിൽ അല്പം ബുദ്ധിമുട്ടാണ്. അപ്പച്ചന്മാരുടെ കാലഘട്ടത്തിൽ അതൊക്കെ എളുപ്പമായിരുന്നു എന്നാണ് എല്ലാ തലമുറക്കാരും പറയുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നോഹയുടെ കാലത്ത് നോഹയ്ക്ക് അത് സാധിച്ചെങ്കിൽ അതേത് കാലമാണെന്നറിയോ? ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ്നെസ് കൂടിയിരുന്ന ഒരു കാലമാണെന്ന്. ഏറ്റവും അധികം വയലൻസ്, ഏറ്റവും അധികം സെക്ഷുവൽ ഇമ്മോറാലിറ്റി, ലൈംഗികമായ പാപങ്ങൾ പല വിധത്തിൽ ഏറ്റവും കൂടിയിരുന്ന ഒരു കാലം. പിന്നെ അവർ ഈ പൈശാചിക ലോകവുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ളൊരു കാലമായിരുന്നു. ഇപ്പോൾ ലോകം അതിലേക്ക് പോകുന്നു, പല രാജ്യങ്ങളും അതൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെങ്കിൽ അന്നത്തെ കാലത്ത് ഇതിലുമൊക്കെ ഉപരിയായിട്ട്, അത് മാത്രമല്ല, ഈവൻ ഹ്യൂമൻ ജീനോം വരെ സൂപ്പർ നാച്ചുറലുമായിട്ടുള്ള ബന്ധം കാരണം അവർ നശിപ്പിച്ച ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നീതിമാനായിട്ട് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ സാധിച്ചെങ്കിൽ നമ്മൾ പറയും ഇന്ന് ബുദ്ധിമുട്ടാണ് നമ്മൾ പറയുന്നത്, നമുക്കും സാധിക്കും. അവിടെ പറയുന്ന വേറൊരു കാര്യമുണ്ട്. 9-ാം വാക്യത്തിൽ മുന്നോട്ട് പറയുന്നത്, നോഹയെക്കുറിച്ച് പറയുന്ന ആ ഒരു ക്വാളിഫിക്കേഷൻ, ആൻഡ് ഹി വാക്ക്ഡ് വിത്ത് ഗോഡ്. നോഹ ദൈവത്തോടൊപ്പം നടന്നു. ദൈവവചനം തന്നെ ആമോസിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, 2 പേര് ഒരുമനപ്പെട്ട് ഒരു കാര്യം തീരുമാനിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് ഒന്നിച്ചെങ്ങനെ നടക്കാൻ സാധിക്കും? ഹൗ ക്യാൻ 2 people walk unless they are agreed? അതായത് നോഹയും ദൈവവും ഒരുമിച്ച് നടക്കണമെങ്കിൽ നോഹ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവം അത് എഗ്രിയായി. നോഹ ചിന്തിക്കുന്ന ചിന്തകൾ ദൈവത്തിനത് സമ്മതമായിരുന്നു. നോഹ ചിന്തിക്കുന്ന ഓരോ ഇമാജിനേഷൻസ്, നോഹയുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ, നോഹ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾ, ഇതെല്ലാം
ദൈവത്തിന് സമ്മതമായിരുന്നു. അതുകൊണ്ടാണ് നോഹയ്ക്ക് ദൈവത്തോടൊപ്പം നടക്കാൻ സാധിച്ചത്. ബൈബിളിൽ വെറും 2 വ്യക്തികളെ കുറിച്ച് പറയുന്നുള്ളൂ, ഹാനോക്കും നോഹയും ദൈവത്തോടൊപ്പം നടന്നവർ. പക്ഷെ ബൈബിൾ തന്നെ നമ്മളോട് പഠിപ്പിക്കുന്നു, 2 പേര്, if 2 people unless they are agreed how can they walk together? 2 പേർ ഒരുമിച്ച് നടക്കണമെങ്കിൽ അവർ തമ്മിൽ എല്ലാ കാര്യത്തിലും ഒരു സമ്മതം വേണം. അവർ തമ്മിൽ എല്ലാ കാര്യത്തിലും അന്യോന്യം അഗ്രി ആവണം. ദൈവം നോഹയോടൊപ്പം നടക്കാൻ ദൈവം റെഡിയായിരുന്നെങ്കിൽ നോഹയുടെ എല്ലാ തീരുമാനങ്ങളും, നോഹയുടെ വായിന്ന് വരുന്ന ഓരോ വാക്കുകളും, നോഹ ചെയ്ത ഓരോ പ്രവൃത്തിയും ദൈവത്തിന് സമ്മതമായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ക്രിസ്ത്യാനിക്ക് അങ്ങനെ ധൈര്യത്തോടെ പറയാൻ സാധിക്കുമോ, ഞാൻ ചിന്തിക്കുന്ന എല്ലാ ചിന്തകളും, ഞാൻ വായിന്ന് വരുന്ന എൻ്റെ എല്ലാ വാക്കുകളും, അല്ല എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കാണുന്ന സ്വപ്നം വരെ ഇതെല്ലാം ദൈവത്തിന് പ്രസാദമുള്ളതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അങ്ങനെ പറയാൻ സാധിച്ചാൽ നോഹയെ പോലെ നമ്മളും ദൈവത്തോടൊപ്പം നടക്കും. അങ്ങനെ പറയാൻ സാധിച്ചാൽ നോഹയെ ദൈവം കണ്ടതുപോലെ, ആ കാലഘട്ടത്തിൽ നീതിമാനായ ഒരു മനുഷ്യനെ ദൈവം കണ്ടതുപോലെ നമ്മൾക്കും ദൈവസന്നിധിയിൽ കൃപ, ദൈവത്തിൻ്റെ ഫേവർ, ഗ്രേസ് മാത്രമല്ല ഫേവർ, ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ മേലുണ്ടാവും. സങ്കീർത്തനം 1-ാം അധ്യായത്തിൽ ഒരു നീതിമാൻ്റെ ചില ലക്ഷണങ്ങൾ പറയുന്നുണ്ടല്ലേ. അവൻ ചില വഴികളിൽ നടക്കത്തില്ല, ചില സ്ഥലങ്ങളിൽ നിൽക്കത്തില്ല, ചിലരുടെയൊക്കെ ഇടയിൽ പോയി ഇരിക്കത്തില്ല, ചില വർത്തമാനങ്ങളൊക്കെ കേട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് ഓടിപ്പോകും. ആ വ്യക്തിയുടെ പ്രത്യേകത പറയുന്ന 3-ാം വാക്യം എത്തുമ്പോഴത്തേനും അവൻ ആറ്റരികത്തിൽ നട്ട ഒരു വൃക്ഷം പോലെ. ആ വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? എപ്പോഴും നല്ല പച്ച ഇലകളുള്ളതും എപ്പോഴും നല്ല ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷം. പ്രിയ ദൈവമക്കളെ, ആ അധ്യായം അനുസരിച്ച് നമ്മൾ നോഹയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, ദൈവം അന്നത്തെ കാലത്ത് താഴേക്ക് നോക്കിയപ്പോൾ ഒരു ഉണങ്ങിയ ഒരു എല്ലാം കരിഞ്ഞു പോയ ഉണങ്ങി നിൽക്കുന്ന ഒരു വനത്തിൻ്റെ നടുക്ക് ഒരു പച്ചവൃക്ഷം, ഫലപ്രദമായ ഒരു പച്ചവൃക്ഷം. അങ്ങനെയാണ് ദൈവം നോഹയെ കണ്ടത്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾക്കും ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ശരിയാണ്, ബുദ്ധിമുട്ടാണ്, വളരെയധികം ദൈവഹിതമല്ലാത്തതും മ്ലേച്ഛമായ കാര്യങ്ങളും, അതുപോലെ തന്നെ ദുഷ്ടത നിറഞ്ഞതും വയലൻസ് നിറഞ്ഞതും പൈശാചിക മണ്ഡലവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതുമായ നോഹയുടെ കാലഘട്ടം പോലെ തന്നെ എന്ന് കർത്താവ് പറയുന്ന പോലത്തെ ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അന്ന് നോഹയ്ക്ക് സാധിച്ചെങ്കിൽ ഇന്ന് നമ്മൾക്ക് എത്രയധികം നമ്മളുടെ കൂടെ നടക്കാൻ പരിശുദ്ധാത്മാവുണ്ട്. ഓരോ സ്റ്റെപ്പിലും നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരു കൗൺസിലറായിട്ട്, ഒരു ഹെൽപ്പറായിട്ട്, അല്ലേ, നല്ലൊരു ഗൈഡായിട്ട് പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ നമ്മൾക്കും അങ്ങനെ ജീവിക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെ നോക്കുമ്പോൾ നോഹയെ കണ്ടതുപോലെ തന്നെ ഒരു ഉണങ്ങിയ വനത്തിൻ്റെ മധ്യത്തിൽ ഒരു പച്ചവൃക്ഷം, ഫലപ്രദമായ ഒരു പച്ചവൃക്ഷം നിൽക്കുന്നതായിട്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം കാണട്ടെ. ഗോഡ് ബ്ലെസ് യു.